ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ് സംഘടിതവും അസംഘടിതവും കോക്രോച്ച് മൂവ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ സാമൂഹ്യ മുന്നേറ്റത്തിൽ സംഘടിതമായ സാമൂഹ്യ സംഘടനകൾക്ക് തുച്ഛമല്ലാത്തൊരു പങ്കുണ്ട്. ഇന്ത്യ ഇന്നൊരു ജനാധിപത്യ അവകാശങ്ങൾക്ക് വിളനിലമായി മാറിയതിൽ അവിഭാജ്യ ഘടകമായിട്ട് വർത്തിച്ചിട്ടുള്ളത് ജാതി മത രാഷ്ട്രീയ സംഘടനകൾ നയിച്ച ശക്തികളാണ്. തീർത്തും സ്വാർത്ഥ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംഘടനകൾ മേൽപ്പറഞ്ഞ സാമൂഹ്യ മുന്നേറ്റത്തിന് ക്രിയാത്മകമായ പങ്ക് വഹിക്കുന്നു എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല. മറിച്ച് ഭരണകൂടത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു വസ്തുത ആയിട്ടാണ് ഇവയെ തള്ളിക്കളയാതിരിക്കാൻ കഴിയുകയുമില്ല. അസംഘടിതമായ ചില മുന്നേറ്റങ്ങൾ നടത്തുന്ന സാമൂഹിക മുന്നേറ്റങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. വിഷയാധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയ മത ജാതി വർണ്ണ വർഗങ്ങൾ നിറങ്ങൾ ഒന്നുമില്ലാതെ സംഭവിക്കുന്ന മുന്നേറ്റമാണ് ഇത്തരത്തിലുള്ള അസംഘടിത ജനമുന്നേറ്റങ്ങൾ. സാമൂഹിക മാറ്റത്തേക്കാൾ ചില രാഷ്ട്രീയപരമായ മാറ്റങ്ങൾക്കും ഇത് വഴിയൊരുക്കാറുണ്ട്. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ചിലപ്പോൾ എങ്ങുമെത്താതെയും പോകാറുണ്ട്. 2013 നിർഭയ കൂട്ടബലാത്സംഗത്തെ തുടർന്ന് ഉള്ള പ്രക്ഷോഭമായിട്ട് മാറി. സർക്കാരിനെതിരെയുള്ള പ്രത്യക്ഷ സമരം പ്രഖ്യാപിക്കുന്നതിനേക്കാൾ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ആശയങ്ങൾക്ക് തുടർന്ന് രാഷ്ട്രീയ അഭിസംബോധനയിൽ തുടർന്ന് വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നിർഭയ നിർമ്മാണത്തിലേക്കുമാണ് അത് വഴിതെളിച്ചിട്ടുള്ളത്. അസംഘടിത പ്രക്ഷോഭങ്ങളായാലും സംഘടിത പ്രക്ഷോഭങ്ങളായാലും ഇപ്പോഴും ലക്ഷ്യം കാണാറില്ല. അത് ആശയത്തിൽ അത് ആ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. ഏകാധിപത്യപരമായ ആശയങ്ങൾ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളെ പെട്ടെന്ന് തന്നെ അടിച്ചമർത്താനും അതുപോലെ തന്നെ ജനാധിപത്യപരമായ രാജ്യത്ത് ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങൾക്ക് പൊതുജനത്തിനുള്ള പിന്തുണയും മാധ്യമങ്ങളുടെ സ്വാധീനവും വളരെ രീതിയിൽ ലഭിക്കുന്നതിനെയോ ലഭിക്കാതിരിക്കുന്നതിനെയോ അനുസരിച്ച് അവ അടിച്ചമർത്താനോ അടിച്ചമർത്തപ്പെടാതിരിക്കാനോ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും മറ്റും നടക്കുന്ന ഇത്തരം അസംഘടിത മുന്നേറ്റങ്ങൾ ഒരു കണക്കിൽ കഴിഞ്ഞാൽ വിജയിക്കുകയും എന്നാൽ ഇറാനിലോ ചൈനയിലോ തുടങ്ങിയിട്ടുള്ള ഏകാധിപത്യ രാഷ്ട്രങ്ങളിലോ മത ഭരണാധികാരികൾ നയിക്കുന്ന രാഷ്ട്രങ്ങളിലോ ഇത്തരത്തിലുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾ എങ്ങുമെത്താതെ അടിച്ചമർത്തപ്പെടുകയോ ചെയ്യുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നേറ്റവും ജെൻസി തലമുറയും സാമൂഹിക മാധ്യമങ്ങളും എന്ന വിഷയത്തിലാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച മാധ്യമങ്ങൾ എന്ന വിഭാഗത്തിലേക്ക് 2000-ന് ശേഷം 2000 പുതിയ നൂറ്റാണ്ടിൽ പിറന്നു വീണ ഒരു ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായ മാധ്യമങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. ഇത് ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് പണ്ട് വിവര ശേഖരണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമായിരുന്നു തുടക്കത്തിൽ. പിന്നീട് ഇതിലേക്ക് വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ശേഷം ഓർക്കുട്ട് മുതൽ ഇൻസ്റ്റാഗ്രാം വരെയുള്ള രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി ചെറുതും വലുതുമായ ഇത്തരത്തിലുള്ള നിരവധി പ്ലാറ്റ്ഫോമുകൾ വിഷയാധിഷ്ഠിതമായ സാമൂഹിക അഭിപ്രായ രൂപീകരണത്തിനും അത് ചില സാമൂഹിക മുന്നേറ്റങ്ങൾക്കും വഴിതെളിക്കുന്നുണ്ട് എന്നുള്ളത് സമാനമായ രീതിയിൽ ചില രാജ്യങ്ങളിലോ പ്രദേശങ്ങളിലോ ഉയർന്നു വരുന്ന ഒരു സാമൂഹിക മാധ്യമ മുന്നേറ്റങ്ങളുടെ ഒരു ഉദാഹരണമാണ്. ഇവയുടെ ഉപയോഗവും ദുരുപയോഗവും നടക്കാറുണ്ട്. ചില സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാമൂഹികമായ അഭിപ്രായ രൂപീകരണത്തിന് സുസ്ഥിരമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഞാൻ മേൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇത് തീവ്രമായ സാമൂഹിക വിഭജനത്തിന് കാരണമാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ തീവ്രമായ ആശയങ്ങൾ പ്രേരിപ്പിക്കുമ്പോൾ അവർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് അഥവാ ബാഹ്യശക്തികളായി മാറുകയും അവ സമൂഹത്തിൻ്റെ ഉന്നമനത്തേക്കാൾ ഉപരി സാമൂഹിക വ്യവസ്ഥയുടെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തിയായിട്ട് നിലകൊള്ളുവാനുമായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്ന സ്വാഭാവികമായ സാമൂഹിക മാറ്റത്തേക്കാൾ ഉപരി അട്ടിമറിയിലൂടെ അല്ലെങ്കിൽ ഭയപ്പെടുത്തലിലൂടെ തങ്ങളുടെ ആശയങ്ങൾ സാമൂഹ്യത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു തീവ്ര വിഭാഗക്കാരായിട്ട് മാറുന്നു. ഇത്തരത്തിലുള്ള തീവ്ര വിഭാഗ ചിന്ത പുലർത്തുന്ന സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കാറില്ല. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ രാഷ്ട്രവും പൊതുസമൂഹവും ഒന്നിച്ച് നേരിട്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കാറാണ് പതിവ്.
എന്നാൽ നവസാമൂഹ്യ മാധ്യമങ്ങൾ വഴി രൂപപ്പെട്ട ആക്ഷേപ സഹസ്യ സംഘടനയായിട്ട് രൂപാന്തരപ്പെട്ട കൊക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഒരു ഭരണകൂടത്തെ തന്നെ തിരുത്തുവാനായിട്ട് സാധിച്ചു എന്നത് ആഴത്തിൽ വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. നവമാധ്യമ ലോകത്തിലേക്ക് പിറന്നു വീണ ജെൻസി തലമുറ, പുതിയ തലമുറയുടെ സാമൂഹ്യ ബോധം കൂടുതലും വിഷയങ്ങളിൽ അധിഷ്ഠിതമാണെന്നും ജാതിമത നിറച്ചാർത്തുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നും മനസ്സിലാക്കേണ്ടതായിട്ട് വരും. യുവതലമുറയുടെ അസ്വസ്ഥതയും ആശങ്കകളും പ്രധാനമായും ഭൗതികമായ ചില കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മയും ജീവിത നിലവാര തകർച്ചയും അവരുടെ പ്രത്യാഘാതത്തെ പറ്റിയുള്ള ആശങ്കകളുമാണ് ഇവരെ ഇത്തരത്തിൽ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഭരണകൂടത്തോട് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു വിയോജിപ്പ് അവർ ഒരു വിസ്ഫോടനമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതേ കൃത്യമായ രീതിയിൽ അഭിസംബോധന ചെയ്യപ്പെടാതെ പോവുകയും അവ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യ രൂപത്തിൽ തുടങ്ങുന്ന സംഘടനകളും മറ്റും ഒരു വിഭാഗം ജനത, അത് പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ, അവ കൂടുതലും ഇപ്പോൾ ജെൻസി എന്ന് വിളിക്കുന്ന തലമുറയും ജെൻ ആൽഫ എന്ന് വിളിക്കപ്പെടുന്ന തലമുറകൾക്കുമാണ് കൂടുതലായിട്ട് അതിനകത്ത് പങ്കുചേരാനായിട്ടുള്ളത്. അവർ ആ മുന്നേറ്റം അതൊരു മുന്നേറ്റമായി മാറുകയും അഭിപ്രായപ്പെടനങ്ങൾ, ആ മാധ്യമത്തിൽ രൂപപ്പെടുന്ന അഭിപ്രായങ്ങൾ കൂടുതലും സമാന മനസ്സുകൾ പങ്കുവയ്ക്കപ്പെടുകയും അതിവേഗം വൈറലാവുകയും അതായത് അതിവേഗം പടരുകയും ചെയ്യുമ്പോൾ പുതുതലമുറയ്ക്ക് അതിനെ ഒരു മുന്നേറ്റമാക്കി മാറ്റാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചൊരു സംഘടനാ സെറ്റപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നേതൃത്വമോ ഇല്ലാതെ അങ്ങനെ സാധിക്കുമ്പോൾ ഇവർക്ക് കൂടുതലായി ആ ഒരു സംവിധാനത്തെ മാറ്റാൻ അവർ കൂടുതൽ റിസോഴ്സുകളൊന്നും തന്നെ മുടക്കാതെ തന്നെ സാധിക്കുന്നു. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പുതിയ തലമുറ മുന്നേറ്റങ്ങൾ സംജാതമാകുന്നത്. ഈ പുതുതലമുറ രാഷ്ട്രീയക്കാർ നവമാധ്യമങ്ങൾ വഴിയാണ് ജനങ്ങളുമായി സംവദിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എങ്കിലും അത് പുതുതലമുറയുടെ ആഗ്രഹങ്ങൾക്ക് അനുരൂപമല്ലെങ്കിൽ അവർ ആ സമയം തന്നെ അതിനുള്ള റിസൾട്ടും അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നവമാധ്യമങ്ങൾ ആണ് ഇനിയുള്ള അഭിപ്രായ രൂപീകരണത്തിന് വളരെ പ്രാധാന്യമുള്ള മേഖലയായി മാറുന്നത്. കാരണം അവയെ വിലക്കെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ പരമ്പരാഗത ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾക്ക് ഇനി വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം അവരുടെ അഭിപ്രായങ്ങളെക്കാൾ ഉപരി മാനിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള സൗജന്യമായി ലഭിക്കുന്ന ചെറിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമുണ്ട്, അതാണ് നവമാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇനിയുള്ള കാലം രാഷ്ട്രവും സമൂഹവും ചിന്തിക്കേണ്ട വിഷയം. താങ്ക് യു.